തലപ്പത്തേക്ക് എത്തിയില്ല. ജില്ലാ നേതൃത്വത്തിൽ ഇരുന്നവർ അറിയാതെ ഇത്തരം ക്രമക്കേടുണ്ടാകില്ല, അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമായി നിങ്ങൾ ഉന്നയിക്കാറുള്ളത് സാധാരണഗതിയിൽ. മറ്റൊരു വിമർശനം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിക്കുന്നത് എന്താണ്? മുൻകൂർ നോട്ടീസ് നൽകിയിട്ടില്ല, വിശദീകരണം ചോദിച്ചിട്ടില്ല. ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു തിടുക്കം IT ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? 2 ചോദ്യങ്ങളാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ഞാൻ 2 ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഈ 2 പേർക്കും ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഈ 2 പേരും പറഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ED വന്നു. ED ഒന്നും വേണ്ട, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചോളും. ഈ നാട്ടിലെ സഹോദരിമാരും അമ്മമാരും പ്രത്യേകിച്ച് കരുവന്നൂരിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ, കരുവന്നൂരടക്കമുള്ള നിരവധി ബാങ്കുകളിൽ നിന്ന് ഈ കാട്ടുകള്ളന്മാരായിട്ടുള്ള ഈ നേതാക്കന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ ധനം, പാവപ്പെട്ടവൻ്റെ ധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി ചെയ്ത അധ്വാനവും പ്രയത്നവും നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നന്മയുള്ളവനെ തിരഞ്ഞെടുക്കണം എന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന് ED ഒന്നും വരേണ്ട കാര്യമില്ല. ED വരുന്നത് അവരുടെ നിയമപരമായ കാര്യങ്ങൾക്കാണ്. ഇവർക്ക് ഭയമുണ്ട് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി തോൽപ്പിക്കണം. നാട്ടിലെ ജനങ്ങളോട് പറയണം, ഇവർ സുരേഷ് ഗോപിയോടുള്ള ഇവരുടെ ഭയം കൊണ്ടാണ് ED വന്നിട്ട് ജയിപ്പിക്കാൻ നോക്കുന്നു, ED വന്നിട്ട് ഡീൽ ചെയ്യാൻ നോക്കുന്നു. ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ട് ഇവർക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ CPMൻ്റെ പ്രതിനിധിയോട് ചോദിക്കാം, നിങ്ങളുടെ പാർട്ടി, ഞാൻ 2 കാര്യം പറയാം. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതും കൂടി ഒന്ന് എനിക്ക് പറയണം. നിങ്ങളുടെ പാർട്ടിക്ക് ജനങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കടപ്പാടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ടിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് അല്പമെങ്കിലും ധാർമ്മികമായ ഒരു മര്യാദ ഉണ്ടെങ്കിൽ, EDയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED ചോദ്യം ചെയ്ത കള്ളപ്പണ കാര്യത്തിൽ വെള്ളാനയായി നിൽക്കുന്ന MK കണ്ണനെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കോ? ആരെങ്കിലും ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ പ്രതിഷ്ഠിക്കോ? ആ ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് സമയവും അറസ്റ്റിനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോ വിധേയനായി നിൽക്കുന്ന ആളാണ് അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റി അഴിമതിയെക്കുറിച്ച് എൻ്റെ സമീപത്തിരിക്കുന്ന അനിലക്കര നിരവധി പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതല്ലേ? നിരവധി കാര്യങ്ങൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കൂടെയും പറയുകയും ധാരാളം പത്രങ്ങളിൽ വാർത്തയും വന്നിട്ടുള്ളതല്ലേ? അങ്ങനെ ടെയിൻറ്റഡായി നിൽക്കുന്ന ഒരാൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കുറ്റാരോപിതനായ ഒരാളെ താക്കോൽ സ്ഥാനത്ത് കൺവീനറായി പ്രതിഷ്ഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? ഒരു മര്യാദയുണ്ടോ? എന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അതൊക്കെ ജനങ്ങൾ നോക്കുക, അതൊക്കെ നിങ്ങൾ എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറേ അന്തംഗമ്മികൾ നാട്ടിലുണ്ടാവും. പക്ഷേ സാധാരണ ജനങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല മിസ്റ്റർ. ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താ? EDയെ കൊണ്ടുവന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ കരുവന്നൂർ ബാങ്കിൽ നിങ്ങൾ 2 പേര്, വളരെ പ്രധാനപ്പെട്ട 2 പേരുണ്ട് കരുവന്നൂർ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട്. ഒന്ന് ബാങ്ക് മാനേജരും ഒന്ന് ബാങ്ക് സെക്രട്ടറി. 2 പേരും നിങ്ങളുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെടുന്ന ആളാണ്. വേറൊരാളുണ്ട് സുരേഷ്. അയാൾ നിങ്ങളുടെ ബ്രാഞ്ചിലെ കമ്മിറ്റി അംഗമായിരുന്നു. നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട CPMൻ്റെ നേരിട്ട് ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അയാൾ ഈ സംഭവത്തിൽ അയാളാണ് ആദ്യം പരാതി കൊടുത്തത്. നിങ്ങളെന്താ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്? ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാനൊന്ന് തീർത്തോടെ, 1 മിനിറ്റ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകൻ പരാതി കൊടുത്തു. ആ പരാതി മൊയ്തീനും വർഗീസിനും കൊടുത്തു. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ 15 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ ഈ ചർച്ച വരുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് സംസാരിച്ച ഞാൻ നേരിട്ട് പോയി അഴീക്കോടൻ മന്ദിരത്തിൽ പരാതി കൊടുത്തപ്പോൾ നീ പോടാന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തതെന്നാണ് പറയണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി പോലും പുല്ലുവില കൽപ്പിച്ചു. ഇപ്പോൾ ആ ബാങ്ക് മാനേജരും ബാങ്ക് സെക്രട്ടറിയും മാപ്പ് സാക്ഷിയാവാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ തെളിവാണ് 5 രഹസ്യ അക്കൗണ്ടുകൾ. ഈ 5 രഹസ്യ അക്കൗണ്ടുകളിലാണ് ജില്ലാ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അയാൾ BJP ചേർന്നു. അയാളിപ്പോൾ BJPയുടെ പ്രവർത്തകനാണ്. ഞാൻ ഇത് കണ്ടെത്താൻ വേറെ BJPയുടെ അരുൺകുമാറെ, ഞാൻ ഇടയ്ക്കൊരു സംസാരിക്കല്ലേ. BJPക്ക് അങ്ങനെ നേതാവൊന്നുമില്ല, പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ നേതാക്കന്മാരും ചൈനയും റഷ്യയും ഒക്കെ, ഞങ്ങൾക്ക് എല്ലാവരും പ്രവർത്തകരാണ്. ഞാനടക്കം എല്ലാവരും പ്രവർത്തകരാണ്. അയാൾ BJPയുടെ പ്രവർത്തകനാണ്. എൻ്റെ പോയിൻ്റ് അതല്ല. 5 രഹസ്യ അക്കൗണ്ടുകൾ ED കണ്ടെത്തിയോ കരുവന്നൂരിൽ നിന്ന്? ആ 5 രഹസ്യ അക്കൗണ്ട് വഴി ജില്ലാ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയേ. ഇല്ലെങ്കിൽ ഈ പത്രങ്ങളിൽ വന്ന വാർത്ത മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും.
മാതൃഭൂമി പത്രത്തിൽ എഴുതിയത് തെറ്റാന്ന് പറയേണ്ടി വരും. ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് വളരെ കൃത്യമാണ്. രഹസ്യ അക്കൗണ്ട് വഴി അത് 5 എണ്ണം കരുവന്നൂരിൽ, തൃശ്ശൂരിൽ 25 രഹസ്യ അക്കൗണ്ട് ഉണ്ട്. ഈ 25 അക്കൗണ്ടിലാണ് കള്ളപ്പണ നിക്ഷേപം. ഈ കള്ളപ്പണ നിക്ഷേപത്തിൽ നിന്നാണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നിരിക്കുന്നത്. അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസക്ക് കൃത്യമായിട്ട് ഏറെ നീണ്ടുപോയി. ഞാൻ ചോദിച്ചിരുന്നത് അങ്ങയുടെ ഒരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന് ഏറെ കാര്യങ്ങളിൽ അങ്ങയുടെ വിരുദ്ധാഭിപ്രായമുണ്ട്. അദ്ദേഹം തുടർച്ചയായി കൈയുയർത്തുന്നുമുണ്ട്. ഇടപെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം, ഈ നോട്ടീസ് അയക്കാതെയും മുൻകൂർ വിശദീകരണം തേടാതെയുമാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ് നടപടിയെങ്കിൽ അതിലൊരു തിടുക്കമില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെന്ന്, ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അങ്ങനെ തിടുക്കത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നീതിയും നിയമമൊക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടേന്ന്, നിയമ നടപടിക്ക് പൊക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കോട്ടെ, ബി ഗോപാലകൃഷ്ണൻ ഏറെ ദീർഘമായിരുന്നു. അതിനിടയിൽ ശ്രീ കെ എസ് അരുൺകുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു.